സ്പിന്നിങ്ങിന് വെള്ളം വേണ്ട, സ്പിന്നിങ്ങിന് ആവശ്യമില്ല. അടുത്ത പ്രോസസ്സിനാണ് അത് കൂടുതൽ വേണ്ടി വരും. ഡൈയിങ്ങിനും മറ്റ് പ്രോസസ്സിങ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതെല്ലാം സ്പിന്നിങ് മില്ലുകൾ. സ്പിന്നിങ് വെറും നൂലുണ്ടാക്കുന്നതായതുകൊണ്ട് അതിന് തീരെ ആവശ്യമില്ല. അടുത്ത പ്രോസസ്സ് നിങ്ങൾ പറഞ്ഞ പോലെ ഇത്തിരി പ്രശ്നമുള്ളതാണ്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ നാടുകാണിയിൽ ഒരു ടെക്സ്റ്റൈൽ പാർക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി കിൻഫ്ര സ്ഥാപിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. കുറേ പ്രൊമോട്ടേഴ്സിന് ലാൻഡ് അലോട്ട് ചെയ്തു. അവിടെ തൊട്ടടുത്തൊരു നദിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം വളരെ നല്ല വെള്ളമായതുകൊണ്ടും തിരുപ്പൂരിലേക്കാൾ ക്വാളിറ്റി വെള്ളമായതുകൊണ്ടും അവിടെ പലരും പോയി യൂണിറ്റ് ഇടാൻ പോവുക. അവിടെ കോമൺ ഫെസിലിറ്റി സെൻ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡൈയിങ് യൂണിറ്റ് അവിടെ സ്ഥാപിക്കുന്നുണ്ട്, അവിടെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കിൻഫ്ര തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്ത് അവിടെ വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ അതിന് തൊട്ടടുത്തൊരു നദിയിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുമെന്ന് സർവേ നടത്തി അവിടുന്ന് വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കി ഇപ്പോൾ വെള്ളം അവിടെ കിട്ടും. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ അക്യുമുലേറ്റഡ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ആ വർഷത്തെ കണക്കിൽ അത് വരില്ല. അത് ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്താണ് അത് അക്യുമുലേറ്റഡ് ലോസ് വരുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്നു ഇതിൽ പല കമ്പനികൾക്കും അക്യുമുലേറ്റഡ് ലോസ് ഉണ്ട് എന്ന്. അത് പ്രധാനമായിട്ട് വരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ലോണ് 14% നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഒന്നുമില്ല ഇക്വിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പലതും പ്രോഫിറ്റബിൾ ആവും. അങ്ങനെ ചില കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതും ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ഇത് എല്ലാം തന്നെ ഒരിക്കൽ ബുക്ക് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പനിയുടെയും മിക്കവാറും എല്ലാ കമ്പനിയുടെയും അക്യുമുലേറ്റഡ് ലോസ് എല്ലാം തീർത്തിട്ട് ക്ലീൻ സ്ലേറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്, വിച്ച് ഇസ് പോസിബിൾ. ആ എക്സസൈസ് എല്ലാ കാര്യത്തിലും ചെയ്തിട്ടില്ല, ചില കാര്യത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ സ്റ്റീൽ കോംപ്ലക്സ് സെയിലുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ ക്ലീൻ സ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ചെയ്തു. അങ്ങനെയുള്ള 1-2 കാര്യത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോ ഒരു ഉദാഹരണം പറയുമ്പോൾ കെല്ല് കഴിഞ്ഞ 4 വർഷമായി പ്രോഫിറ്റിലാണ്, ഓപ്പറേഷൻ പ്രോഫിറ്റിലാണ്. അക്യുമുലേറ്റഡ് ലോസ് കിടക്കുന്നത് 78 കോടി രൂപയുണ്ട്. ഇത് ഞങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ളതാണ്. പക്ഷെ 2006-2007 മുതൽ ഓപ്പറേഷൻ പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പൊ ആ കമ്പനി പ്രോഫിറ്റബിളായി നടത്താം എന്നാണ് അത് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ. ഞങ്ങൾ അതിനെ പിടിച്ച് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ വർഷത്തെ വേരിയബിൾ കോസ്റ്റും അതുപോലെ ഫിക്സഡ് കോസ്റ്റും മാത്രമല്ല ഈ ഫിനാൻഷ്യൽ ചാർജസ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ലോണിന്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾ ചിലവായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം ചേർത്തിട്ടും പ്രോഫിറ്റില്ല. അങ്ങനെ 4 വർഷം എടുത്തപ്പോൾ 4 വർഷവും ഗ്രാജുവലി ഈ പ്രോഫിറ്റ് കൂടി വരികയാണ്. അപ്പൊ ആ കമ്പനിക്ക് ഭാവിയുണ്ട്, അതിനെ നിലനിർത്താൻ പറ്റും. പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് പഴയ ലോസ് വൈപ്പ് ഔട്ട് ചെയ്യണം. ആ ലോസ് നോക്കുമ്പോൾ ഗവൺമെന്റ് ആണ് ഈ ലോസിനൊക്കെ ഫണ്ട് ചെയ്തിട്ടുള്ളത്, വേറെ ബാങ്കുകളൊന്നും ഫണ്ട് ചെയ്തിട്ടില്ല. ബാങ്കിന്റെ ഫണ്ടിങ് ഉണ്ടായിരുന്നത് പലരും നേരത്തെ നിർത്തി, ഇത് ലോസിലേക്ക് പോകാന്ന് കണ്ടപ്പോൾ അത് ഗവൺമെന്റ് OTS ആയി തീർത്തു. ഇനി ഗവൺമെന്റിന്റെ ലോണാണ് ഈ അക്കൗണ്ട് ബുക്ക് കിടക്കുന്നത്. അത് വർഷാവർഷം 12%, 14% ഒക്കെ ഇൻട്രസ്റ്റും കൂടി ലോഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കണക്ക് പുസ്തകത്തിൽ കിടക്കുക. അപ്പൊ അത് ഗവൺമെന്റ് തീരുമാനമെടുത്താൽ ഈ കമ്പനികൾ നിലനിർത്തണം എന്നൊരു തീരുമാനം ഗവൺമെന്റിനുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരിക്കൽ ആ കമ്പനിയെ ക്ലീൻ അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലീൻ ചെയ്താൽ ഇത് നടക്കുമോ, സസ്റ്റൈനബിൾ ആണോ എന്ന് തീരുമാനം എടുത്തു പോകാൻ പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഇത് സസ്റ്റൈനബിൾ ആണ്. അല്പം ചില മോഡേണൈസേഷൻ ഒക്കെ വേണ്ടി വരും, ചില ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ നിലനിന്നു. ഉദാഹരണത്തിന് കെല്ലിന്റെ മാമലയിലെ പവർ ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് യൂണിറ്റ് 5 കോടി രൂപയാണ് ഈ വർഷം പ്രോഫിറ്റ് ആക്കിയത്. അതിന്റെ കാരണം ഈ ഗവൺമെന്റിന്റെ നയമാണ്. നയം എന്താന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ട്രാൻസ്ഫോമർ ഇലക്ട്രിസിറ്റി ബോർഡ് പർച്ചേസ് ചെയ്യുക എന്നുള്ള നിലപാട്. നേരത്തെ വേറെ പർച്ചേസിന് പോയാൽ ഈ സാധനം ഉണ്ടല്ലോ. എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ആവശ്യമായ ട്രാൻസ്ഫോമർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. ഈ ഒരു നിലപാടാണ് ഇതിനൊക്കെ കൊണ്ടുവന്നത്. എടരിക്കോട് യൂണിറ്റ് ഡീഫങ്ക്റ്റ് ആയിരുന്നു ശരിക്കും. ഇപ്പൊ ട്രാൻസ്ഫോമർ അസംബ്ലി ഞങ്ങൾ അവിടെ തുടങ്ങി. അസംബ്ലി തുടങ്ങിയപ്പോൾ ആദ്യത്തെ വർഷം തന്നെ പ്രോഫിറ്റിലാണ് ആ യൂണിറ്റ്. 14 പേരെ അവിടെ ആകെ വർക്ക് ചെയ്യുന്നു. ഈ നിലയിലുള്ള ഒരു ഭാവി ഈ മിക്കവാറും എല്ലാ പബ്ലിക് സെക്ടർ കമ്പനികൾക്കും ഉണ്ട്. തിരുവല്ല ട്രാക്കോ കേബിളിന്റെ യൂണിറ്റ് ഞങ്ങൾ വരുമ്പോൾ ഡീഫങ്ക്റ്റാണ്. 2.5 വർഷക്കാലം 1 പൈസ വരുമാനം ഉണ്ടാക്കാതെ വെറുതെ ശമ്പളം കൊടുത്തായിരുന്നു. ലേ ഓഫ് ചെയ്തുമില്ല, ഒന്നും ചെയ്തില്ല, അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ കേബിൾ മാനുഫാക്ചറിങ് ലാഭകരമായി നടക്കുന്നു. ആ യൂണിറ്റും പ്രോഫിറ്റബിൾ ആണ് കഴിഞ്ഞ വർഷം മുതൽ. KSDP ഉൽപാദനം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ. ഗവൺമെന്റിന്റെ ഒറ്റ തീരുമാനമാണ് ആ യൂണിറ്റിനെ ലാഭകരമാക്കിയത്. മെഡിക്കൽ കോർപ്പറേഷൻ അവിടെ ഉണ്ടാക്കുന്ന മരുന്നുകൾ വാങ്ങാമെന്ന്. മരുന്നിന്റെ ക്വാളിറ്റി, പാരസെറ്റമോൾ ക്വാളിറ്റിയിൽ നമ്മളെ ബീറ്റ് ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. 500 mg എന്ന് പറഞ്ഞാൽ 500 mg തന്നെ ഉണ്ടാവും. പ്രൈവറ്റ് കമ്പനികൾ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായി അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. പക്ഷേ
ഇന്ന് 2 കോടി റുപ്യയുടെ മരുന്ന് ഒരു മാസം ഉൽപ്പാദിപ്പിച്ചാൽ കമ്പനി ബ്രേക്ക് ഈവൻ ആവും. 2 കോടി 20 ലക്ഷം 2 കോടി 25 ലക്ഷം റുപ്യയുടെ ഓർഡറാണ് ഓരോ മാസവും മെഡിക്കൽ കോർപ്പറേഷൻ KSDPക്ക് നൽകുന്നത്. അപ്പോൾ കമ്പനി ലാഭകരമായി നടത്തുന്നു. ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കമ്പനിക്ക് നിൽക്കാൻ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് കൊണ്ടുവരാൻ വേണ്ടി ആ കമ്പനിയെ സ്ട്രെങ്തൻ ചെയ്യാൻ 37 കോടി റുപ്യയുടെ ഒരു മോഡേണൈസേഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കി. ഫസ്റ്റ് ഫേസ് 8 കോടിയുടെ പ്ലാന്റ് ഇപ്പോൾ പണി പൂർത്തിയായി. അത് പൂർത്തിയായി കഴിഞ്ഞാൽ GMP കിട്ടും. GMP കിട്ടിക്കഴിഞ്ഞാൽ ഈ മരുന്ന് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുക. അവർക്ക് നല്ല മാർക്കറ്റിംഗ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം നിന്നുപോകും. 2ാം ഘട്ടം ഈ പിൽസ് ഇതിൻ്റെ പാക്കിംഗ് അതുപോലുള്ള ചില മോഡേണൈസേഷനുള്ള പ്ലാന്റാണ് 2ാം ഘട്ടം വരാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം കാലിൽ നിന്ന് പോകാനുള്ള കഴിവിലേക്ക് ആ കമ്പനിയെ നമുക്ക് പതുക്കെ എത്തിക്കാൻ പറ്റും. അതിനുള്ള ശ്രമം ഇപ്പം നടത്തുക. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രാറ്റജി എടുത്തിട്ടുള്ളത്. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഉന്തിത്തള്ളി പോകാൻ മാത്രമല്ല, ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്ന് ഗവൺമെന്റ് നൽകുന്നത് പോലുള്ള സപ്പോർട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ പോലും സ്വന്തമായി നിൽക്കാനുള്ള കഴിവ് ഈ കമ്പനികൾക്ക് ഉണ്ടാവണം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കമ്പനികൾ ഓരോന്നിനെ പുഷ് ചെയ്യുന്നത്. താങ്ക് യു. യെസ്, see, I mean, actually, Minister should be answering that. What I tell you, what I see is there's a very clear political message in that. That the surplus from the public sector, surplus from the public sector can be and should be, and most desirably, it should be invested in public sector. When public sector is withdrawing from the scene, it is a U-turn now. So further investment is coming to that. Actually, MCLO, KMMLO നഷ്ടപ്പെടുന്നില്ല. അവർ ബാങ്കിൽ ഇട്ടാൽ അവർക്ക് കിട്ടുന്നത് 7%. ആ 7%-ന് ഇവിടുന്ന് വാങ്ങിച്ചു അതിന് ലാഭം ഉണ്ടാക്കണ്ടെന്ന് പറയാം. അത്രയേ അവര് വെറുതെ ബാങ്കിലിട്ടേക്കുക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ ആവശ്യം പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം ബാക്കിയുള്ളത് സർപ്ലസ് മാത്രമേ എടുക്കുന്നത്. ഈ വർഷം KMML പ്രൊജക്ട് ചെയ്യുന്നത് 130 കോടി നെറ്റ് പ്രോഫിറ്റാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഫണ്ട് ആവശ്യത്തിന്റെ 4 ഇരട്ടിയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. യെസ്, അവർക്ക് ഈ പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. And they have the option of giving us equity also. See, അവർക്ക് ആ ഓപ്ഷൻ കൊടുത്തിട്ട് സപ്പോസ് ദാറ്റ് കമ്പനി മേക്സ് ഗുഡ് പ്രോഫിറ്റ്, they can convert into equity and take over that. ആ ഓപ്ഷൻ ഈ 8 എണ്ണത്തിൽ they can discuss. കമ്പനി ഡിസ്കസ് ചെയ്യാം. യെസ് യെസ്.